ഗൈസ്, നിങ്ങൾക്ക് ഏടാകുടം എന്താണെന്നറിയോ? കലോത്സവ നഗരിയിലെത്തിയാൽ ആശ്രാമ മൈതാനിയിലുണ്ടൊരു ഏടാകുടം. ഇത് ഇയാളുണ്ടല്ലോ, നമ്മുടെ തൃശ്ശൂർ ഗടി ഉണ്ണിച്ചേട്ടൻ. ഇങ്ങേരാണ് ഈ കാണുന്ന ഏടാകുടത്തിൻ്റെ മെയിൻ. ഇന്ന് നമുക്ക് എന്താണ് ഈ കുന്ത്രാണ്ടെന്ന് അങ്ങേരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. പഴയ കാലത്ത് കളിക്കാൻ ഉപയോഗിച്ചിരുന്നൊരു വസ്തുവാണ് ഏടാകുടം. സാധാരണക്കാരനാരും ഉണ്ടാക്കി കൊടുക്കാറില്ല. പ്രസിദ്ധീകരിച്ചവർക്ക് മാത്രം ആൾക്ക് കൈശ്വർമക്കൾ ഉണ്ടാക്കി കൊടുത്തിരുന്നൊരു വസ്തുവാണ്. സാധനം അഴിച്ചു കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാൻ എളുപ്പമല്ല. ഓരോന്നിനും ഓരോ തരം ലോക്കായിരിക്കും. ആ ലോക്കുകൾ കറക്റ്റ് ചെയ്യാതെ ആ സാധനം വയ്ക്കാൻ പറ്റില്ല. 12 പീസോ 6 പീസോ അങ്ങനെ പല തരത്തിലുള്ള പീസുകളുണ്ട്. പലതരത്തിലുള്ള കട്ടിങ് ആയിരിക്കും. കട്ടിങ്ങൊക്കെ കറക്റ്റ് ചെയ്യാതെ ആ സാധനം വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് 3 തരം കട്ടിങ്ങാണ് അതിന്. ആ 3 തരം കട്ടിങ് എങ്ങനെ വെച്ചാൽ അത് ശരിയാവും എന്നുള്ളത് നമ്മൾ നോക്കാൻ കഴിയണം. അപ്പോഴാണ് അത് കറക്റ്റ് ചെയ്ത് വരുള്ളൂ. ആ സ്ഥാനത്തായി അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കട്ടിങ് വേറൊരു തരമാണ്. കാഴ്ചയിൽ 3 വ്യത്യാസമില്ലാത്ത കട്ടിങ്ങിൽ വ്യത്യാസമുണ്ട്. ഇനി ഇതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് ഉണ്ട്, അതിന് കട്ടിങ് വേറെ തരം. വിവിധ തരത്തിലുള്ള കൗതുകം ഉണർത്തുന്ന 80ഓളം ഏടാകുടങ്ങളാണ് ഉണ്ണിച്ചേട്ടൻ്റെ കയ്യിലുള്ളത്. നമുക്കൊക്കെ അറിയാവുന്ന റുബിക്സ് ക്യൂബിൻ്റെ ഒരു പിൻതലമുറക്കാരനാണ് ഈ കാണുന്ന ഏടാകുടങ്ങൾ. ഞാനിതിലേക്ക് എത്തിയത് ഞാൻ കാർപ്പൻ്റർ വർക്കറാണ്. അപ്പോൾ എനിക്ക് ഓരോന്നിനോട് താല്പര്യം തോന്നുന്നത് ഞാൻ ഏതായാലും ഉണ്ടാക്കുന്ന സാധനങ്ങൾ ആർക്കെങ്കിലും കൊണ്ടുപോയി പഠിക്കാനുള്ള താല്പര്യം എനിക്ക് പഠിക്കാത്തിരുന്നു. അതമ്പതിച്ചു പോകാൻ കഴിയില്ല എന്നുള്ളതായി. ഇത് പുരാതനമായിട്ടുള്ളൊരു വസ്തുവാണ് ഉണ്ടാക്കിയിരുന്നത്. അത് അതമ്പതിച്ചു പോകാനും പാടില്ല എന്നുള്ളത് അഭിപ്രായത്തിൽ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളെ ടെക്നിക്കലായിട്ട് ഇറക്കിയില്ലെങ്കിൽ ഈ സാധനം ഉണ്ടാക്കലും നശിച്ചു. ഒരാൾക്ക് അറിഞ്ഞു കിട്ടില്ല, അറിവുകൾ പുറത്തു വരില്ല. ഇത് മാത്രം പുറത്തെടുക്കണം, കയറ് ഇതേപോലെ കിടക്കണം. ഇതാണ് പുറത്ത് വരേണ്ടത്. ഇത് ഇതിനകത്തൂടെ കടക്കില്ല. ഇത് കടക്കാതെ ഇതിനകത്തൂടെ കടക്കുകയും ചെയ്യും. ഇത് രണ്ടും കടക്കാതെ ഇതിനെ എങ്ങനെ പുറത്തെടുക്കുക എന്നുള്ളത് സ്വയം ബുദ്ധിയാളെ ചിന്തിക്കണം. എല്ലാം ടെക്നിക്കലായിട്ടുള്ള ഉപകരണമാണ് ഭൂരിഭാഗം. ഏടാകുടം എന്ന് പറഞ്ഞൊരു ചെറിയ ടെക്നിക്കാണ്. ആ ടെക്നിക്കലാണ് അത് നോക്കുന്നത്. അതിനിടയിൽ ഉണ്ണിച്ചേട്ടന് ചുറ്റും ഏടാകുടത്തിൽ പെട്ട് നിസ്സഹായരായി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നവരുണ്ട്. हे प्रभु, हे प्रभु, हे हरि राम कृष्ण जगन्नाथ प्रेमानंद, ये क्या हुआ? ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്ത ഒരാൾക്ക് ഇത് അഴിച്ചെടുക്കാനായിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും. അല്ലെങ്കിൽ അഴിച്ചെടുത്ത സെറ്റ് ചെയ്ത് ഇപ്പോൾ കുട്ടികൾ അഴിച്ചെടുത്ത് കണ്ടില്ലേ, ഒരു സെറ്റ് ചെയ്ത് ബുദ്ധിമുട്ട് ഇവിടെ വെച്ച് പോയി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. സെറ്റ് ചെയ്ത് അഴിക്കേണ്ടത് നമ്മൾ പറയില്ല, കുട്ടികളല്ലേ. അഴിക്കേണ്ടത് നോക്കേണ്ടതൊന്നും പറയാൻ പാടില്ല. അഴിച്ച് നോക്കുകയില്ലേ ചെയ്താലല്ലേ മനസ്സിലാവുള്ളൂ. മനസ്സിലാവണമെങ്കിൽ നമ്മൾ അഴിച്ചു നോക്കി എന്തെങ്കിലും ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കാറില്ല. സ്വയം പഠിക്കാനുള്ള വസ്തുവാണത്. ജോലി കഴിഞ്ഞുള്ള സമയത്ത് എല്ലായിടത്തും പോയി ഏടാകുടം വിൽക്കലും പഠിപ്പിക്കലാണ് ഉണ്ണിച്ചേട്ടൻ്റെ പ്രധാന ഹോബി. നമ്മൾ പുതിയ ആൾക്കാർക്ക് ഈ ഏടാകുടത്തിനോട് വലിയ താല്പര്യമില്ലെന്നാണ് ആൾ പറയണത്. അതുകൊണ്ട് നിങ്ങളെങ്ങാനും ഈ ഏടാകുടം കണ്ടാൽ വഴിമാറി നടക്കരുത്, എടുത്തു ചാടിക്കണം.